ഹായ്. അപ്പൊ കൊറേ ആൾക്കാര് എന്താ അച്ഛനെ കാണിക്കാത്തത് ചോദിച്ചിട്ട് കൊറേ മെസ്സേജസ് വരുന്നുണ്ട്. നമുക്ക് തിരക്കല്ലാവും. അതെ, അച്ഛനും തിരക്കാണ്. ആ ഞങ്ങൾക്ക് ഇവിടെ ഫാമിലി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരക്കായിരുന്നു. അപ്പൊ അച്ഛന് 2 ദിവസം മുന്നേ തൃത്താല നേർച്ചയ്ക്ക് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ഇതാണ്ടോ, മില്ലുംപടി കൂട്ടായ്മ പറഞ്ഞിട്ട് തൃത്താല മാതൃക ആനപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടോ. അച്ഛൻ റിട്ടയർഡ് ആയാലും അച്ഛന് സ്വീകരണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും വരണം എന്നൊക്കെ വിചാരിച്ചത് തന്നെയാണ്. പക്ഷെ എനിക്ക് അന്ന് ഇതേപോലെ പറഞ്ഞില്ലേ ഫാമിലി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്ന്, അപ്പൊ അത് വരാൻ പറ്റിയില്ല. ഞാനത് മാറ്റി വെച്ചിട്ടാണ് അതിന് ഇതിന് പോയത്. ആ അതെ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ചോദിക്കണ്ടേ, എവിടെ ആശാന്, എവിടെ ആശാന്, സുഖല്ലേ, അച്ഛൻ എന്താ വീഡിയോ കാണിക്കാത്തത്, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. തിരക്കായ കാരണമാണ് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. അപ്പൊ ഇത് ആദ്യം മുതൽക്കൊരു ഇതിങ്ങനെ ഉണ്ടായിരുന്നു, അച്ഛന്റെ ആശാനെ കുറിച്ചിട്ട് പറയുമോ ചോദിച്ചിട്ട്. ആശാൻ ഞാൻ 10-15 വയസ്സിൽ അന്ന് വീട്ടിൻ്റെ അവിടെ കുറഞ്ഞ ആനയെ കിട്ടും. ആ അന്ന് ആര്യണെങ്കിൽ ആനക്കുട്ടിനാണ് ഗോപാല, അത് കൊട്ടിയൂരായിരുന്നു. ചെരിഞ്ഞു പോണ്ട്. അത് തന്നെ അവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ സ്കൂൾ പോവാ. ഇതിന്റെ പിന്നാർക്കും വിളിച്ച് ശനി ഞായറൊക്കെ അങ്ങനെ ആയിട്ട് പിന്നെ സ്കൂളിൽ പോതെ. വീട്ടുകാരെന്ന് അറിഞ്ഞില്ല, അമ്മയൊന്നും അറിഞ്ഞില്ല. സ്കൂളിൽ പോവും, ഞാൻ സ്കൂളിൽ എത്തില്ല, ഞാൻ എന്റെ പിന്നാർക്കും. വീട്ടുകാര് സ്കൂളിലേക്ക് പോയെന്ന് വിചാരിച്ചിരിക്കോ? പിന്നെ അങ്ങനെ വന്നിട്ട് പേര് പറ്റിയപ്പോഴാണ് വീട്ടുകാരറിയുന്നത്. അപ്പോഴേക്ക് ഞാൻ സ്ഥലം വിട്ടിറങ്ങും. അത് ശരി. അപ്പൊ എന്തായിരുന്നു പേര്, ആശാന്റെ പേരെന്തായിരുന്നു? അല്ല, അന്ന് ഞാൻ ഇതിന്റെ കൂടെ പോയതാ. ആറിരുമണി ആനക്കൂട്ടോടെ വെറുതെ പോയതാ. അവിടുന്ന് ചികിത്സയ്ക്ക് പോവാ കർക്കിടക. അപ്പൊ വെറുതെ അതിന്റെ പിന്നാലെ പോയി, കൗതുകം കയറി പോയതാ. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ആശാനെ കാണുന്നത്. ആശാൻ പറഞ്ഞ ഇതൊരു ആശാനാണ്. അങ്ങോട്ട് രണ്ടാളും ജീവിച്ചിരിക്കുന്നില്ല. കാലപ്പഴക്കം ഉണ്ടാവുമല്ലോ അല്ലേ? കാരണം എന്താ വെച്ചാ അന്ന് ഒരാശാൻ പണി പഠിപ്പിച്ചൊന്ന ആള് വേറെ, പണിക്ക് ഇയാളെ പിന്നാലെ പോയേ. എന്നാലും സ്വന്തമായിട്ടും കുറെ പഠിച്ചെടുത്തു അല്ലേ? അത് ആശാന്റെ അടുത്ത് പഠിച്ച തന്നെ. നമ്മളിപ്പോ കുട്ടികളുടെ ആശാന്മാരെന്ന് പഠിച്ച തന്നെ. പിന്നെ എന്താ വെച്ചാ ഞാൻ അങ്ങനെ പോയി അന്ന് 4 മണിക്കാണ് ഗണപതിയാന്നൊക്കെ ഇപ്പൊ ചങ്ങണണ്ടാവുന്നത്. അന്നാകുമ്പോള് ആശാന്റെ കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചെന്നപ്പോ ആശാൻ പറഞ്ഞു, ഇതിനെന്തിനാ കുറഞ്ഞു പോയി. എന്നൊരു കാര്യം എന്റെ കൂടെ നോട്ടെ, എനിക്ക് ചോറും ചായയൊക്കെ മേടിച്ചോണ്ട ആളായല്ലോ. അപ്പൊ എത്രക്കെല്ലാം ആയിട്ടുള്ളൂ. അങ്ങനെ മൂപ്പരെ കൂടെ നിർത്തി. അങ്ങോരുടെ കൂടെ കുറെ കാലം നിന്ന് ഞാൻ പണിയൊക്കെ പഠിച്ചും കാര്യങ്ങളാക്കി എന്തായിരുന്നു പേര്? ആറ്റൂർക്കാരൻ രാമനായർ പറയും. അപ്പൊ അങ്ങോരുടെ കൂടെ അറിഞ്ഞോ ഒരുപാട് കാലം.